ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ജനുവരി 23-ന് സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. 30 ദിവസത്തെ ഷൂട്ടിംഗാണ് സിനിമയ്ക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി 23-ന് തന്നെ ജോയിൻ ചെയ്യുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. ഈ ഒരു സിനിമയുടെ പ്രധാന ലൊക്കേഷനായിട്ടുള്ളത് കൊച്ചിയും അതുപോലെ തൊടുപുഴയുമൊക്കെയാണ്. എന്തായാലും ചെറിയ സമയത്തിനുള്ളിൽ വരുന്ന ഒരു സിനിമയാകുന്നു. വലിയ താമസമില്ലാതെ തന്നെ സിനിമ അഭ്രപാളികളിലെത്തും എന്നുള്ള പ്രതീക്ഷയുമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സംവിധായകനെ തന്നെ ലഭിച്ചിരിക്കുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകനാണ് ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ എക്കാലത്തെയും ഒരു മികച്ച സംവിധായകൻ എന്ന് തന്നെ പറയാം. സിനിമയുടെ മർമ്മം അറിയുന്ന സംവിധായകൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിനെ വിലയിരുത്തേണ്ടത്. 4ഓളം സിനിമകളാണ് ഇവർ ഒരുമിച്ചിരിക്കുന്നത്. ആദ്യം അനന്തരം, അതേപോലെ തന്നെ വിധേയൻ, പിന്നീട് മതിലുകൾ എന്നുള്ള ചിത്രമാണ്. ഇത് 4ാമത്തെ ചിത്രമാണ്. പല കഥകൾ, രണ്ടിടങ്ങഴിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് മറ്റൊരു ഗംഭീര സിനിമ തന്നെയായിരിക്കാം. മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് മലയാള സിനിമ നൽകുന്ന വലിയ സംഭാവന തന്നെയായിരിക്കും ഈ ഒരു സിനിമ. അടൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച മെറ്റീരിയലായിരിക്കും മമ്മൂട്ടി. ഒരുപക്ഷെ അനന്തരം തുടങ്ങുമ്പോൾ മമ്മൂട്ടി അത്ര വലിയ നടനായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് തേച്ചു മിനുക്കുന്ന കാര്യങ്ങൾ അടൂരും അല്ലെങ്കിൽ മലയാളികളും കണ്ടതാണ്. വിധേയനിലും അല്ലെങ്കിൽ പൊന്തന്മാടയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ മതിലുകളുമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മമ്മൂട്ടിയുടെ ആ റേഞ്ച് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ വീണ്ടും വീണ്ടും കഴിഞ്ഞ 4-5 വർഷമായി മമ്മൂട്ടി പെർഫോമൻസ് കാണുമ്പോൾ അത് അടൂർ ഗോപാലകൃഷ്ണന് കിട്ടുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള, ഏറ്റവും വില കൂടിയ മെറ്റീരിയൽ തന്നെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും മികച്ച നടനുമായിരിക്കും മമ്മൂട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ ഒരു കൂട്ടുകെട്ടിൽ ഒരു സിനിമ കൂടി വരുമ്പോൾ ഒരു പ്രതീക്ഷ കൂടിയാണ്, വീണ്ടും ഒരു നാഷണൽ അവാർഡിൽ മമ്മൂട്ടി മുത്തം വെക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിന് മുന്നോടിയായി മമ്മൂട്ടി ഒരു നാഷണൽ അവാർഡ് മേടിച്ചിരിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രത്തോളമുണ്ട് ഭ്രമയുഗം എന്ന ചിത്രം. അതുകൂടാതെ നമുക്കറിയാം കളങ്കാവൽ. ഇത് രണ്ടിനും ചാൻസുകളുള്ളതാണ്. പല കാര്യങ്ങളും നമുക്കറിയാം ഇതിനകത്തിൽ കിട്ടാതിരിക്കാനുള്ള ചാൻസുകൾ 100 അല്ല 110% ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെയും പിന്നെയും പ്രതീക്ഷ വെക്കാം. കാരണം അത്ര മികച്ച രീതിയിൽ അഭിനയിച്ചേക്കുന്ന വേറെ ഒരു നടനും ഇല്ല എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ പോട്ടെ. എന്തായാലും ഓസ്കാർ വേദിയിൽ പോലും ഒരു മമ്മൂട്ടി ചിത്രം പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാം. വീണ്ടും അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം എത്തുമ്പോൾ അത് ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തട്ടെ. ഒരുപക്ഷെ ഓസ്കാർ നോമിനേഷന് പോകുന്ന ചിത്രത്തിൻ്റെ പട്ടികയിലേക്ക് എത്തട്ടെ. അവിടെ ഓസ്കാർ നോമിനേഷൻ ലഭിക്കട്ടെ. ആദ്യമായിട്ട് ഒരു മലയാള സിനിമയ്ക്ക് ആ റേഞ്ചിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും നയൻതാരയാണ് നായികയായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ വളരെ ഡിഫറൻ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു മമ്മൂട്ടി അതേപോലെ നയൻതാര കോമ്പിനേഷൻ അത്രത്തോളം സക്സസ് റേറ്റ് കൂടിയ ഒരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് മമ്മൂട്ടി അടൂർ സിനിമ ഇഷ്ടം, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൽ വലിയ പ്രതീക്ഷകൾ വെക്കുന്നത്? ഒപ്പം മമ്മൂട്ടിയും നയൻതാരയും ഒരുമിക്കുമ്പോൾ സിനിമ വലിയ സൂപ്പർ ഹിറ്റ് ആകാറുണ്ട്. ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ട്സും ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ് കമൻസിലൂടെ. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.